വിശുദ്ധമായ ദുൽഹിജ്ജിന്റെ ആദ്യ 10 നമുക്ക് നേടിയെടുക്കാനുള്ള ആ മഹത്തായ 10 പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ, സമ്പത്തിൽ എല്ലാ ഉയർച്ചകൾ ഉണ്ടാവാനും, മനസ്സമാധാനം ഉണ്ടാകാൻ, നമ്മൾ ചെയ്യുന്ന തൊഴിലുകൾ നിലനിൽക്കാൻ, നമ്മളെ ആയുസ് വർദ്ധിക്കാൻ എന്തെല്ലാം നന്മകളാണ് ഈ വിശുദ്ധമായ ഈ 10 ദിനങ്ങളിൽ നമുക്ക് കിട്ടാനുള്ളത്. ഇൻഷാ അല്ലാഹ് അതെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മഹാന്മാരായ പണ്ഡിതന്മാർ, അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച് മനസ്സിലാക്കിയ മഹാപണ്ഡിത ശ്രേഷ്ഠർ വിശുദ്ധമായ ദുൽഹജ്ജിൻ്റെ സവിശേഷതകളെപ്പറ്റി പറയുമ്പോൾ ആ വിശുദ്ധമായ ദുൽഹിജ്ജ് 1 മുതൽ 9 വരെ നാം പിടിക്കുന്ന നോമ്പിന് കിട്ടുന്ന 10 പ്രതിഫലങ്ങളെ പറ്റി പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട, നമ്മൾ അറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട, ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ നമ്മൾ ഒഴിവാക്കൂല ആ നോമ്പ്. ആ രീതിയിലുള്ള 10 പ്രതിഫലങ്ങൾ നമുക്കൊന്ന് പഠിക്കാം, മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, നമ്മുടെ ഉസ്താദുമാരൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ആ 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൈമാറുന്നു, പങ്കുവയ്ക്കുന്നു. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. 1-ാമത്തെ പ്രതിഫലം അൽ ബറക്കത്തു ഫി ഉംരിഹി. അവന്റെ ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും. ഒരുപാട് നാൾ ജീവിച്ചിരുന്നു എന്നുള്ളതിൽ കാര്യമില്ലല്ലോ. 75 വയസ്സ് വരെ, 80 വയസ്സ് വരെ, 90 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കും. പക്ഷേ രോഗങ്ങളാണ്, പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്. നിങ്ങൾ ആലോചിക്കുക, മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ 40 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. എത്ര കിതാബുകൾ ആ മനുഷ്യൻ എഴുതി! ആ മനുഷ്യൻ പഠിപ്പിച്ചു തന്ന കിതാബുകൾ ഇന്ന് ലോക പണ്ഡിതന്മാർ എവിടെയെല്ലാം ചർച്ച ചെയ്യുന്നു. ആ കിതാബുകളുടെ ശറഹ്, അതൊക്കെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടിയ മഹാന്മാരാണ്. ചില ആളുകൾ കുറഞ്ഞ നാൾ ജീവിച്ചുള്ളൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ടാവും. പക്ഷേ 90, 100, 150 വയസ്സും ജീവിച്ചിട്ടും രോഗവും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി ബറക്കത്തില്ലാത്ത ജീവിതം അത് വലിയ പ്രയാസം തന്നെയല്ലേ? അപ്പൊ ആ ബറക്കത്ത് കിട്ടാൻ, നമ്മളെ ജീവിതത്തിൽ ആയുസ്സിൽ ബറക്കത്ത് കിട്ടാൻ 1 മുതൽ 9 വരെ നോമ്പ് നോറ്റാൽ അത് ഉണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കും. 2, അസ്സിയാദത്തു ഫീ മാലിഹി. പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ സഹോദരങ്ങളെ? സമ്പത്ത് ഒരുപാട് ആഗ്രഹിക്കാൻ പാടില്ല. ഒരുപാട് സമ്പത്ത് കുന്നുകൂടിയാൽ നമ്മളൊക്കെ ദുനിയാവിൻ്റെ ചിന്തകൾ മുഴുകും. പക്ഷേ നമുക്ക് ആവശ്യമായ പൈസ നമുക്ക് വേണ്ടേ? അപ്പൊ നമുക്ക് ആവശ്യമായ ആ സമ്പത്തിൻ്റെ വർധനവും ബറക്കത്തും ഉണ്ടാവാൻ ഈ 1 മുതൽ 9 വരെയുള്ള നോമ്പ് കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. നമ്മളെ ആവശ്യങ്ങൾ നിറവേറാൻ, നമുക്ക് നല്ലൊരു വീട്, നല്ല സ്ഥലം, അള്ളാഹു ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നല്ല വീടില്ലാത്തവർക്ക് വീടും ഐശ്വര്യങ്ങളും സാമ്പത്തിക ഉന്നമനവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. 3-ാമത്തത് അൽ ഹിഫ്ളു ഫി ഇയാലിഹി. അവന്റെ കുടുംബത്തിൽ, അവന്റെ ജോലിയിൽ, അവൻ ചെയ്യുന്ന തൊഴിലിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാവുക. ഏത് ജോലി ചെയ്താലും ഒരു ബറക്കത്തില്ല. ഏത് പ്രസ്ഥാനം തുടങ്ങിയാലും പരാജയപ്പെടുന്നു. എന്ത് കട തുടങ്ങിയാലും അടഞ്ഞു പോകുന്നു. അപ്പൊ അവന്റെ ജോലിയിൽ ഒരു സുരക്ഷിതത്വം, ഒരു സേഫ്റ്റി, അത് ഈ 1 മുതൽ 9 വരെയുള്ള നോമ്പിന് നേടിയെടുക്കാൻ കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. 4-ാമത്തെ പ്രതിഫലം അത്തക്ഫീറു ലിസയ്യിആതിഹി. ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തു പോയവരാണ് നമ്മളെല്ലാവരും. ധാരാളം പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചിന്തയിലും പ്രവർത്തനങ്ങളിലും കാഴ്ചകളിലും കേൾവികളിലും നടത്തത്തിലും ഇരുത്തത്തിലും വരെ, അനക്കങ്ങളിലും അടക്കങ്ങളിലും വരെ പാപങ്ങളാണ് നമ്മുടേത്. ഇതൊക്കെ മാറ്റാൻ, ഇതൊന്നും മാറ്റി മരിക്കണ്ടേ? ഇതൊന്നും മാറിയിട്ട് നമുക്ക് മരിക്കട്ടെ സഹോദരങ്ങളെ. ആ പാപങ്ങളൊക്കെ മാപ്പാക്കി കിട്ടാൻ തൗബ ചെയ്യുക. ഈ മാസത്തിൽ 1 മുതൽ 9 വരെയുള്ള നോമ്പ് പിടിക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. 5, ചെയ്യുന്ന നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം കിട്ടും. നിസ്കാരത്തിന് ഇരട്ടി പ്രതിഫലം. കാരണം ഹജ്ജിന്റെ സമയങ്ങളാണല്ലോ. ഹാജിമാര് തവാഫ് ചെയ്യുന്നു, അവർക്ക് ഒരു നിസ്കാരത്തിന് 1,00,000 പ്രതിഫലം കിട്ടുന്നു. നമ്മൾ ഇവിടെ നോമ്പ് നോറ്റാൽ വളരെയേറെ പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുന്ന 10 പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ അമലുകളുടെ പ്രതിഫലങ്ങൾ അള്ളാഹു ഇരട്ടിപ്പിച്ചു തരുന്നു. 6-ാമത്തേത് മരണത്തിന്റെ സക്രാത്ത് എളുപ്പമാകും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ മരണം എളുപ്പത്തിലാക്കി തരുമാറാവട്ടെ. മരണം എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് 1 മുതൽ 9 വരെയുള്ള ഈ നോമ്പിന് കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. മരണ സമയത്തുള്ള വേദന,
മരണസമയത്തുള്ള ആ ഒരു വിഷമം, പ്രയാസം, സങ്കടം, നൊമ്പരങ്ങളൊക്കെ മാറാൻ ഈ 1 മുതൽ 9 വരെയുള്ള നോമ്പിന് കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. 7 അവന്റെ ഖബറിന്റെ ഇരുട്ട് മാറാൻ, ആരടി മണ്ണാകുന്ന ഖബർ. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റഹിമഹുല്ല നമ്മൾ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റഹിമഹുല്ല ബസറയിലെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിൽ വെളിച്ചം കാണുന്നു. ആ ഖബറിന്റെ അരികെ സുഫിയാൻ സൗരി റഹിമഹുല്ല നടന്നു ചെല്ലുന്നു. ആ സമയത്ത് അവിടുന്ന് ഒരു വിളിയാളം മുഴങ്ങുന്നു, യാ സുഫിയാൻ അലൈക ബിസ്സിയാം അശറ ദിൽ ഹജ്ജ്, ഈ ദുൽഹിജ്ജ് 10 നീ നോമ്പ് നോൽക്കണം. യുഅതാ ലക് നൂറൻ മിസ്ല ഹാദാ, നിനക്ക് ഈ കിട്ടുന്ന പ്രകാശം പോലെ നിനക്കും കിട്ടും സുഫിയാൻ എന്ന് ഒരു അശരീരി മുഴങ്ങിയെങ്കിൽ മഹാന്മാരായ സൂഫി വര്യന്മാർ, മഹാന്മാരായ ഉലമാക്കൾ, അവർക്ക് ഇങ്ങനെ 100 അനുഭവങ്ങളുണ്ട്. അതൊരു ഹദീസിൽ ആവില്ല, വിശുദ്ധമായ ഖുർആന്റെ തെളിവാവില്ല. ഇങ്ങനെ ഇവർക്കുള്ള അനുഭവങ്ങളൊക്കെ കിതാബിൽ രേഖപ്പെടുത്തി, ആ കൂട്ടത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തിയാണ് സുഫിയാൻ സൗരി റഹിമഹുല്ലാടെ ഈ ചരിത്രം. സഹോദരങ്ങളെ, നമ്മളെ ഖബർ രക്ഷപ്പെടാൻ, നമ്മൾ ഖബറൊന്ന് ധാരാളം അമലുകൾ ചെയ്യണം. ഖബറുകളിൽ രക്ഷപ്പെടാനും ഖബറിന്റെ ഇരുട്ടുമാറാനൊക്കെ ധാരാളം അമലുകൾ പറയുന്നുണ്ട്. സൂറത്തുൽ മുൽക്ക് ഷാമുരിന്റെ ഇടയിൽ ഓതുക, ഇതുപോലുള്ള ധാരാളം അമലുകൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ഈ നോമ്പ്. വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അള്ളാഹു നമ്മുടെ ഖബറിന്റെ വെളിച്ചമാകാൻ ഈ നോമ്പ് പിടിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും നമുക്ക് നൽകുമാറാവട്ടെ. 8ാമത്തത് അത്തസ്ഖീലു ലിമീസാനിഹി, ഈ 10 പ്രതിഫലങ്ങളും നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ 10ൽ 1 കിട്ടിയില്ലെങ്കിൽ നമുക്ക് സങ്കടമാണ്. 10ൽ 1 കിട്ടിയില്ലെങ്കിൽ നമുക്ക് പരാജയമാണ്. 10ൽ 1 ഒഴിവായാലും നമുക്ക് അദാബാണ്. അതുകൊണ്ട് ഇത് നേടിയെടുത്താൽ ദുനിയാവും ആഖിറവും നമുക്ക് വിജയിച്ചു കിട്ടും. അത്തസ്ഖീലു ലിമീസാനിഹി, അവന്റെ മീസാൻ എന്ന ത്രാസിൽ ഭാരം കൂടും. ഈ 1 മുതൽ 9 വരെയുള്ള നോമ്പിന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇടതടവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹശറാവൻ സഭയിൽ ഓടുമ്പോ അള്ളാഹു നമുക്ക് തരുന്ന വേദഗ്രന്ഥം വലത് കൈയിലാണെങ്കിൽ സ്വർഗം, ഇടത് കൈയിലാണെങ്കിൽ നരകം. നമ്മുടെ നന്മതിന്മകൾ തൂക്കുന്നു അവിടെ. ആ തൂക്കുമ്പോൾ നമ്മുടെ നന്മയുടെ ഭാരം തൂങ്ങാൻ ഈ 1 മുതൽ 9 വരെയുള്ള നോമ്പിന്, അങ്ങനെയും ഭാരം തൂങ്ങാൻ വേറെ ധാരാളം അമലുകൾ പറയുന്നുണ്ട്. ഇപ്പൊ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, ഈ ദിക്ർ ചൊല്ലിയാൽ അതാണ് ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന ദിക്ർ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതേ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു ഈ നോമ്പിനും അതിന് കഴിയുമെന്ന്. 9 അന്നജാത്തു ഫീ ദറകാതിഹി, അവന്റെ ആഖിറത്തിലുള്ള രക്ഷ, അവന്റെ ഖബറിൽ നിന്നുള്ള അവന്റെ പരലോകത്തുള്ള രക്ഷ അത് കിട്ടാൻ വേണ്ടിയിട്ട് 1 മുതൽ 9 വരെയുള്ള നോമ്പ് കാരണമാകുന്നു. സഹോദരങ്ങളെ, അസ്സഊദു ഇലാ ദറജാതിഹി, അവന്റെ ദറജകൾ ഉയരാൻ, അവന്റെ ദറജകൾ, സ്വർഗത്തിലുള്ള ദറജ, അള്ളാഹുവിന്റെ അടുക്കലുള്ള അവന്റെ ദറജ, പവറുകൾ ഉയർന്നു കിട്ടാൻ ഈ 1 മുതൽ 9 വരെയുള്ള നോമ്പിന് അത് പിടിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഇവയൊക്കെയാണെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാകും, നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകും. ദുആ ചെയ്യുമ്പോൾ ഇജാബത്തിട്ടാൻ, നമ്മളെ നമസ്കാരങ്ങളും ഇബാദത്തുകൾക്കുമെല്ലാം ഒരു പവർ കൂടാൻ, ഖുർആൻ ഓതുമ്പോൾ, നോമ്പുകാരനായിട്ട് ഖുർആൻ ഓതുമ്പോൾ ഒരു പവർ കൂടുതലാ. ദിക്ർ ചൊല്ലുമ്പോൾ, നോമ്പുകാരനായിട്ട് ദിക്ർ ചൊല്ലുമ്പോൾ ഒരു പവർ കൂടുതലാ. ഒതു എടുക്കുമ്പോൾ, നോമ്പുകാരനായിട്ട് ഒതു എടുക്കുമ്പോൾ അതിനൊരു പവർ കൂടുതലല്ലേ? മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് എത്രയെത്രയോ ശ്രേഷ്ഠതകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്നവർ അള്ളാഹു തൗഫീഖ് ചെയ്ത് നമുക്ക് പിടിക്കാൻ, നമുക്ക് ആഫിയത്തും ആരോഗ്യമുള്ളവർ ഇൻഷാ അല്ലാഹ് ഒരു നോമ്പ് പോലും വിടാതെ പിടിക്കണം. അള്ളാഹു പരിപൂർണ്ണ ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഈ നോമ്പുകൾ നോൽക്കാൻ റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. ഈ വിലപ്പെട്ട സമയങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. കമൻറ്റ് ബോക്സുകളിൽ നിങ്ങൾക്ക് ദുആ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇവരിതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കിയിട്ട് ഉസ്താദന്മാർക്ക് അറിയിച്ചു കൊടുക്കും, അവർ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആരൊക്കെ ദുആ ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്, ആവശ്യങ്ങൾ പറഞ്ഞ് ഒരുപാട് പേര് ദുആ ചെയ്യാൻ വിഷമങ്ങളും വേദനകളും പറയുന്നുണ്ട്. എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു മാറ്റട്ടെ. ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകി വിശുദ്ധ ഹറമിൽ പോയി ഒരു ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.